ഹായ് ഹലോ നമസ്കാരം. അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചായ വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് നിന്നത്. ഇത് വേവുള്ള അരിയാണ്, അപ്പം ഇത് കുറച്ച് നേരത്തെ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അരിയൊന്ന് നന്നായിട്ട് കഴുകിയെടുത്ത് കുക്കറിലാക്കിയിട്ട് അടുപ്പത്ത് വെക്കണം വേവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കണതിന് മുന്നേ തന്നെ കറി ഉണ്ടാക്കിയെടുക്കാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഏട്ടൻ വന്നപ്പം ചെറുപയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഉപ്പേരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊണ്ടുവരാൻ പറഞ്ഞത്. ഇന്നിപ്പം രാവിലെ ആയപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് അതിക്ക് ചെറുപയർ കറി ഉണ്ടാക്കിയാലോ എന്ന് തോന്നിയിട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ തലേദിവസമൊന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചെറുപയർ ഒന്ന് നന്നായിട്ട് കഴുകി അതും ചെറിയ കുക്കറിലാക്കിയിട്ട് അതിലാണ് കറി വയ്ക്കണേ. അപ്പോൾ അതും ഒന്ന് കഴുകിയെടുത്ത് അടുപ്പത്ത് വയ്ക്കണം. അതിന് മുന്നേ അരി എന്തായാലും നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴാണ് കേട്ടോ വെള്ളം പിടിച്ചിട്ടില്ല എന്നുള്ള ഓർമ്മ. അപ്പം വെള്ളം മോട്ടർ ഇട്ടിട്ട് വെള്ളം പിടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അണ്ടാവിലും പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ വെള്ളം ഒക്കെ ചൂടാക്കണ ആ ഒരു ചെമ്പാണ്, അതിലും പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളം പിടിച്ച് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ കുക്കറിക്ക് അരിക്ക് പാകത്തിന് വെള്ളമൊക്കെ ആക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ രാവിലെ തന്നെ മോട്ടർ ഇട്ടിട്ടില്ലെങ്കിൽ അഥവാ ഇപ്പം കാറ്റൊക്കെ ഉള്ള ആ ഒരു കാലാവസ്ഥയല്ലേ, അപ്പോൾ ചിലപ്പം കറണ്ടൊക്കെ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേദിവസം ഞാൻ മോട്ടർ അടിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എങ്കിലും ഞാൻ കറണ്ട് പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് മോട്ടർ ഇട്ടു കേട്ടോ. പിന്നെ രാവിലെ എല്ലാവർക്കും തിരക്കല്ലേ, കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകേണ്ട തിരക്കൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ വെള്ളം ഇല്ലാതിരുന്നാൽ ശരിയാവില്ല. പിന്നെ സ്കൂളൊന്നും ഇല്ലെങ്കിൽ കോരുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കിണറ്റിൽ നിന്ന് കോരുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്കൂളുള്ള സമയത്ത് അതൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് വെള്ളം പിടിച്ച് വയ്ക്കലൊക്കെ കഴിഞ്ഞ് ചെറുപയർ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ആദ്യം 2-3 വിസിലടുപ്പിച്ചിട്ടൊന്ന് വേവിച്ചിട്ട് പിന്നെയാണ് അതിലേക്കുള്ള സവാളയും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണുള്ളൂ കേട്ടോ. അപ്പം മാവൊക്കെ ഞാൻ ഇന്നലെ കുറച്ച് പച്ചരിയുള്ളൂ കേട്ടോ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അത് കുറച്ച് മാത്രം മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറി എന്തായാലും ആദ്യം വെച്ചെടുക്കാമെന്ന് എഴുതിയിട്ടോ. അങ്ങനെയാണെങ്കിൽ ഇഡ്ഡലി ആണ് ഉണ്ടാക്കണേ. അപ്പം കറി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അതാവണതിനനുസരിച്ചിട്ട് കഴിക്കാമല്ലോ. അപ്പം അങ്ങനെ ചെറുപയർ 2-3 വിസിലൊക്കെ അടുപ്പിച്ച് വേവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെയുള്ള സവാളയും തക്കാളിയൊക്കെ കഴിഞ്ഞിട്ട് അതിക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ട് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്കുള്ള തേങ്ങ ഞാൻ അപ്പം തന്നെ ഒന്ന് ചിരവി എടുത്തിട്ടുണ്ട്. ആ ഒരു തേങ്ങയ്ക്ക് കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടന് ഇന്ന് പണിയൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഓട്ടത്തിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അതായി കഴിഞ്ഞിട്ട് ഇഡ്ഡലിക്കുള്ളത് ഞാൻ മാവൊക്കെ ആക്കി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതും ആയിട്ടുണ്ട്. ചെറുപയർ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കറിയും അവിടെ ആയി കിട്ടും. ഇനിയിപ്പോൾ ആ തേങ്ങയരപ്പൊക്കെ വെച്ചിട്ട് അതൊന്ന് വറവിട്ടെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ അതും കറി ആയിട്ടുണ്ട്. ഇനിയിപ്പം പൊന്നൂനൊക്കെ കൊണ്ടുപോകാനുള്ള ഉപ്പേരിക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ചീര ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ചീര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കോഴിമുട്ടയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് അങ്ങനെ ഒരു ഉപ്പേരി ഉണ്ടാക്കി കൊടുത്തയക്കാമെന്ന് എഴുതിയിട്ടോ. അപ്പോൾ ഞാൻ ആ ചീര എടുത്തപ്പോൾ തന്നെ പൊന്നു പറഞ്ഞു അത് വേണ്ടാന്ന് കേട്ടോ. അതൊന്നും ഇഷ്ടമല്ല കേട്ടോ, ആ ഒരു ചീരയും കൊണ്ടുള്ള ഉപ്പേരിയൊന്നും. അപ്പം അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം കൊടുത്തയച്ചാൽ ഇനിയിപ്പോൾ കഴിച്ചില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനത് എടുത്തില്ല കേട്ടോ. വീട്ടിലെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ, തൊടിയിലായിട്ടും പിന്നെ ബാക്കിലുള്ള ആ പാടത്തും ഉണ്ട് കേട്ടോ ഈ ഒരു ചീര. ആദ്യം അവിടെയൊന്നും പാടത്തായിരുന്നു നിറയെ ഉണ്ടായിരുന്നത്. ആദ്യമൊക്കെ ഉപ്പേരിയും വെക്കാനും കറി വെക്കാനൊക്കെ ഞങ്ങൾ പാടത്ത് പോയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം പാടത്ത് കുറവാണ്, ഇപ്പം വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അതിൻ്റെ ഒരു കമ്പ് കുത്തിയിട്ടാൽ തന്നെ ഉണ്ടാവുമല്ലോ. ഈ ഒരു ചീര വീട്ടിലൊക്കെ ഉള്ളവർക്കറിയാം.
അപ്പോൾ അത് കുത്തിയിട്ടാൽ തന്നെ വേഗം ഉണ്ടായി കിട്ടും. പിന്നെ ഉപ്പേരി വയ്ക്കാനും കറി വയ്ക്കാനൊക്കെ, കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു ചീര. അപ്പം അത് വീട്ടിൽ നിറയെ ഉണ്ടായിരുന്നു. പിന്നെ അരിമുളകിൻ്റെ കാര്യം വീഡിയോയിൽ കണ്ടില്ലേ, അരിമുളകൊക്കെ ഒരുപാടുണ്ട് കേട്ടോ വീട്ടിൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ അരിമുളകൊന്നും ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, തൊടിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ തൈകളെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇവിടെ ഒന്നും ഇല്ല, തൊടിയിലൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഞാനതാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ ഈ റബ്ബർ തോട്ടങ്ങളിൽ എന്തായാലും ഉണ്ടാവും, അധികം ഉണ്ടാവും കാന്താരി മുളക്, അധികം റബ്ബർ തോട്ടങ്ങളിൽ കാണാറുണ്ട്. അങ്ങനെ അപ്പം അതും കൊണ്ടുവന്നു കേട്ടോ. അനിയത്തിയും പോയപ്പോൾ അവളും കൊണ്ടുപോയി കുറേ. പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ കൂർക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിന്നെ പപ്പായ അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പപ്പായൊക്കെ ഞാൻ ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം കൂർക്ക എടുക്കാനുണ്ട്, അതുണ്ട് കേട്ടോ. അത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അച്ഛൻ അങ്ങനെ കൃഷി ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ അത് വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ എനിക്കും അനിയത്തിക്കൊക്കെ ഉള്ളതും കൊടുത്തേക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നതാണ് ഞാൻ വീട്ടിൽ നിന്ന്. അപ്പോൾ അതും ഉണ്ട് കേട്ടോ, കൂർക്കയുണ്ട്. അതും പിന്നെ അത് ഞാൻ രാവിലെ തലേ ദിവസം ഒന്നും നേരാക്കി റെഡിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് രാവിലെ അതിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ നല്ല പണി വരും. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ കൂർക്കപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല കേട്ടോ. പിന്നെ അവന് ഈ ഒരു കോഴിമുട്ട വഴറ്റിയതാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തത്. അനിയനും പൊന്നിനും അതാണ് ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തു. അത് പൊന്നിനും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, തേങ്ങാ ചമ്മന്തി. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തു. അധികം എരിവൊന്നും ഇടാതെ അങ്ങനെയാണ് കേട്ടോ ആക്കി കൊടുത്തത്. അപ്പോൾ ഇഡ്ഡലിയും എല്ലാം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അവർ പോയിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ മുറ്റമൊക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ. പാത്രം കഴുകൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്. ഏട്ടൻ എന്തായാലും കുട്ടികളെ പറഞ്ഞേക്കുന്നതിന് മുന്നേ തന്നെ ഏട്ടൻ കഴിച്ചിട്ടൊക്കെയാണ് പോയിട്ടുണ്ടാകുന്നത്. ഓട്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുറ്റം അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ചപ്പുണ്ട് കേട്ടോ. ഇപ്പം കാറ്റുള്ള ഒരു കാലാവസ്ഥയൊക്കെയല്ല. അപ്പോൾ പിന്നെ ഇവിടെ വീടിൻ്റെ 4 ഭാഗവും മരങ്ങളാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ തൊടിയിൽ ഇഷ്ടം പോലെ മരങ്ങളുണ്ടാകും കേട്ടോ ഈ ഫ്രണ്ട് ഭാഗത്തായിട്ട്. അപ്പോൾ അത് ഒരുപാട് മരങ്ങൾ മുറിച്ചിട്ടുണ്ടാകുന്നു കേട്ടോ. പിന്നെ വീടിൻ്റെ 4 ഭാഗത്തുള്ള എന്തായാലും ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മുറ്റത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്കുള്ള കൊമ്പുകളൊക്കെ വെട്ടുകൊണ്ട് അങ്ങനെയില്ല, പക്ഷെ കാറ്റല്ലേ, അപ്പോൾ 4 ഭാഗം എന്തായാലും മരങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള ഇലകളൊക്കെ പാറി വരും. അങ്ങനെ അതൊക്കെ അടിച്ച് ഇടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തേക്കിൻ്റെ ഇല, പ്ലാവിൻ്റെ ഇല, ഇതൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. ഇവിടെ അടുക്കളുടെ ആ ഒരു ഭാഗത്തായിട്ട് അപ്പുറത്തെ വീട്ടുകാരതാണ് കേട്ടോ ആ ഒരു തേക്കുണ്ട്, അതിലുള്ള ഇല മൊത്തം ഉണ്ടാവും കേട്ടോ, വീണടക്കുണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും ഡെയിലി അടിച്ചു വാരി ചുടലുണ്ട് കേട്ടോ. അന്നന്ന് വീണത് അന്ന് തന്നെ തീയിട്ട് ഇടും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് തന്നെ കോഴികളൊക്കെ ചെനക്കിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ വരും, മുറ്റത്തേക്ക് തന്നെ ആവും. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ കത്തിച്ചെടുക്കാറാണ് കേട്ടുള്ളത്. അപ്പോൾ ഞാൻ മുറ്റം അടിക്കാൻ തന്നെ കുറേ സമയം എടുക്കും കേട്ടോ. 4 ഭാഗം നന്നായിട്ട് നിറഞ്ഞിരിക്കും. അപ്പം അതടിച്ചു വാരാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഈ ഒരു ചീര ഉപ്പേരി വെച്ചെടുക്കാമെന്ന് കരുതി അതിന് വേണ്ടിയിട്ട് നിന്നത് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ ഇപ്പം അത്യാവശ്യം പണികൾ എല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ വേറെ കറിയൊന്നും വെക്കണില്ല എന്ന് എഴുതിയിട്ടാണ് കേട്ടോ. ചെറുപയറിൻ്റെ ഉണ്ട്, പിന്നെ ഇന്നലത്തെ കറി കുറച്ചുണ്ട് കേട്ടോ, ചേമ്പിൻ്റെ താള, അത് കറി വെച്ചത് ഫ്രിഡ്ജിലിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം പിന്നെ ഉച്ചയ്ക്ക് കറിയൊന്നും വെച്ചില്ല. ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് രാത്രിക്കുള്ളത് വെക്കാമെന്ന് കരുതി അതുണ്ട് കേട്ടോ അവിടെ. അപ്പം പിന്നെ ഞാനിതാ ചീരയൊക്കെ ഒന്ന് നന്നായിട്ട് അരിഞ്ഞ് കഴുകി എടുത്തിട്ട് അതൊന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും പിന്നെ അരിമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എണ്ണയിൽ ഞാൻ വറുത്തിട്ടൊന്നല്ല കേട്ടോ, കടുകിട്ട് പൊട്ടിച്ചിട്ട് അങ്ങനെയൊന്നുമല്ല കേട്ടോ വെക്കുന്നത്. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ അത് വെന്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കലാണ്. അപ്പോൾ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പേരിക്കുള്ളത്. പിന്നെ ഇനിയിപ്പോൾ പാലൊന്ന് കാച്ചിയെടുക്കണം. അതുകൂടാതെ പിന്നെ അലക്കാനും അടിക്കാൻ തുടയ്ക്കാൻ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഇന്നലെ ഞാൻ കുട്ടികളുടെ യൂണിഫോമൊന്നും അലക്കിയിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് അലക്കിയിടാൻ വേണ്ടിയിട്ട് ഞാൻ സോപ്പ് പൊടിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അകം അടിച്ചു വാരി തുടച്ചിടലും എല്ലാം കഴിഞ്ഞിട്ട് അത് അലക്കാനും എല്ലാം ഉണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ പാല് കൊടുന്നിട്ടുള്ള ആ ഒരു എന്താ കുപ്പി അപ്പം തന്നെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഉപ്പേരിക്കുള്ളത് അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി എന്താ അതൊന്നും കൂടെ വറ്റിച്ചെടുത്തിട്ട് പിന്നെ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഉപ്പേരി ആയി കിട്ടും. ഇപ്പം അനുമോൾക്ക് ഇന്നും മടിയാണ് കേട്ടോ സ്കൂളിലേക്ക് പോകാൻ. എന്താണെന്ന് വെച്ചാൽ അവരെ ക്ലാസ്സിൽ ടീച്ചർ കുറച്ച് ദിവസം ലീവായിരുന്നു കേട്ടോ. അപ്പം ടീച്ചർ എന്നും വരില്ല. അപ്പോൾ കുട്ടികളെ രണ്ട് കുട്ടികളെ വീതം വേറെ ക്ലാസ്സുകളിലായിട്ട് ഇരുത്താണ് കേട്ടോ. അപ്പോൾ അവൾക്ക് അങ്ങനെ പോയിരിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. വേറെ അറിയാത്ത കുട്ടികളല്ലേ, അപ്പോൾ അങ്ങനെ അത് കാരണം അവൾക്ക് ഡെയിലി സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ പറഞ്ഞേക്കണേ. ഒരു ദിവസം അങ്ങനെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ ചെന്നപ്പം അവിടെ ഏട്ടൻ കൊണ്ടാക്കാൻ ചെന്നപ്പോൾ ഇങ്ങനെ കുട്ടികളെ വേറെ ക്ലാസ്സിലിരുത്തണമെന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ ഏട്ടൻ്റെ കൂടെ ഇങ്ങോട്ട് തന്നെ പോന്നപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ ടീച്ചർ വരുമ്പോൾ എന്തായാലും നാളെ വരും, അപ്പോൾ പറഞ്ഞേച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അന്നൊരു ദിവസം അവൾ സ്കൂളിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ടീച്ചറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മടിയൊക്കെ ഇപ്പം കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ക്ലീനിങ് പരിപാടിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അടിക്കൽ തുടയ്ക്കൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ റെഡിയായ ശേഷം പിന്നെ ഞാൻ അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് അടുക്കളയും തുടച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്ത് കാണാനും വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നാളെ കാണാം. താങ്ക് യു.